ഇന്നാ ആമന്നാ ബിറബ്ബിനാ ലിയഗ്ഫിറ ലനാ ഖതായാനാ വമാ അക്രഹ്തനാ അലൈഹി മിനസ് സിഹ്ർ വല്ലാഹു ഖൈറുൻ വഅബ്ഖ എന്നാണ് വിശദീകരിച്ചത്. എന്നായത്തന്നെ വിശദീകരിച്ചത്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ഇവിടെ വല്ലാഹു ഖൈറുൻ വഅബ്ഖ, അള്ളാഹു ആകുന്നു ഖൈർ. എന്താ ഖൈർ എന്ന് പറഞ്ഞാൽ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠൻ. വല്ലാഹു ഖൈറുൻ വഅബ്ഖ, അള്ളാഹു ഖൈറുൻ സവാബൻ, പ്രതിഫലമേകുന്നതിൽ. ഇത് പിന്നെ വലതഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ എന്നതിന് പ്രതികരണമാണ്. വലതഅലമുൻ, ഫിർഔൻ പറഞ്ഞു പിന്നെ ആ വിശ്വാസികളായ ആളുകളോട്, വലതഅലമുൻ, നിങ്ങൾ അറിയാനിരിക്കുന്നു, അറിയുക തന്നെ ചെയ്യും. അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ, ആരാണ് ഏറ്റവും കഠിനമായ ശിക്ഷയെ ഏൽപ്പിക്കുന്നവൻ, അതേപോലെ തന്നെ ശേഷിക്കുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ്. വല്ലാഹു ഖൈറുൻ, അള്ളാഹുവാണ് ഖൈർ, നന്നായി പ്രതിഫലമേകുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. വല്ലാഹു ഖൈറുൻ, ഉത്തമൻ. വഅബ്ഖ, വഅബ്ഖ എന്ന് പറഞ്ഞാൽ ഫിർഔൻ അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അബ്ഖ ഖുദ്റത്തൻ വസുൽത്താനൻ, കഴിവിനാൽ ആധിപത്യത്താലൊക്കെ അള്ളാഹുവാണ് അബ്ഖ, ശേഷിക്കുന്നത്. ഫിർഔൻ അബ്ഖയല്ല. ഫിർഔൻ ഈ ദുനിയാവ് നീങ്ങി പോകാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്. ആ ദുനിയാവിൽ തന്നെയും ഫിർഔൻ ഇല്ല, കുറച്ചു കാലമേ ഉള്ളൂ. അപ്പോൾ ഫിർഔൻ താൻ അബ്ഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോഷ്ക്ക് മാത്രമാണ്. ഫിർഔൻ ഈ ദുനിയാവ് നീങ്ങിപ്പോകാനുള്ള ഈ ദുനിയാവിൽ ഒരു താൽക്കാലിക ജീവനാണ് ആര്? ഫിർഔൻ്റേത്. അപ്പോൾ ഫിർഔൻ അബ്ഖ എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയണം വല്ലാഹു ഖൈറുൻ വഅബ്ഖ. ഫിർഔൻ്റെ അധികാരം നിലക്കും, നശിക്കും, ഫിർഔൻ തന്നെയും നശിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അബ്ഖ, അള്ളാഹിൻ്റെ അധികാരം അബ്ഖ, അള്ളാഹിൻ്റെ കഴിവ് അബ്ഖ. അതാണ് ഇവിടെ വല്ലാഹു ഖൈറുൻ വഅബ്ഖ. എന്നിട്ട് ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഇത് തുടങ്ങിയിട്ടുള്ള ഈ മൂന്നായത്തുകൾ, ഇനി അതിനെ തുടർന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിനെയും കൊണ്ട് സമുദ്രമാർഗ്ഗേണ മറുകര പറ്റുന്നതാണ്, മിസ്രിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഈ കൂർവയിൽ ഒരു വ്യത്യസ്തത പുലർത്തുന്ന മൂന്ന് വചനങ്ങളാണ്. അപ്പോൾ ഇതൊരു ഇടവാചകങ്ങൾ പോലെ, ജുംലൽ മുഅ്തരിദ എന്ന് പറയുന്ന ഒരു ഇടവാചകങ്ങൾ പോലെയാണ്. ഇത് ഈ മാരണക്കാരായിരുന്ന പിന്നെ വിശ്വാസികളുടെ അവരുടെ സംസാരത്തിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനിടയിൽ പിന്നെ ഒരു കാര്യം പ്രത്യേകം ഉണർത്തി പറയുകയാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നഹു, തീർച്ചയായും കാര്യം മൻ യഅതി റബ്ബഹു മുജ്രിമൻ, മൻ യഅതി റബ്ബഹു മുജ്രിമൻ, വല്ലവരും വരികയായാൽ. മൻ യഅതി, യഅതി എന്നാണ് അവിടെ കളയപ്പെട്ടതാണ്. യഅതി, അതാ യഅതി, യഅതി, മൻ യഅതി. ഇവിടെ യഅതി യാ കളയാൻ കാരണം ഈ മൻ ഷർത്തിയാണ്. ഷർത്തിയ എന്ന് പറഞ്ഞാൽ വരികയായാൽ, വന്നാൽ. മൻ യഅതി, വല്ലവരും വരികയായാൽ, റബ്ബഹു, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ. യഅതി എന്നുള്ളത് യാ കളഞ്ഞുകൊണ്ടാണ് അതിനുള്ള ജസ്മ്. മൻ യഅതി, വല്ലവരും വരികയായാൽ, റബ്ബഹു, തൻ്റെ റബ്ബിങ്കൽ വരികയായാൽ. എങ്ങനെ വരികയായാൽ? മുജ്രിമൻ, മുജ്രിമായ ഹാലിൽ. മുജ്രിമാരാ? മുജ്രിം എന്ന് പറഞ്ഞാൽ ജരീമത്ത് ചെയ്തവനാണ്. മുജ്രിം, കുറ്റം ചെയ്തവൻ, ജരീമത്ത് ചെയ്തവനായി. ജരീമത്ത് എന്ന കുറ്റം. മുജ്രിം, കുറ്റം ചെയ്തവനായി തൻ്റെ റബ്ബിങ്കൽ വല്ലവരും വരികയായാൽ. ഫ എന്ന് പറഞ്ഞാൽ ഈമാൻ എന്നതിൻ്റെ ജവാബിൽ ഫ. അപ്പോൾ ഇന്നലഹു, തീർച്ചയായും അവനുള്ളതാകുന്നു. ഇന്നലഹു, അവനുള്ളതാകുന്നു. എന്ത്? ജഹന്നം. അന്നാർ, നരകം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അപ്പോൾ ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം. ആ ജഹന്നമിൻ്റെ ഹാല് പറയുന്ന അവസ്ഥ പറയാൻ, ലാ യമൂതു ഫിഹാ വലാ യഹ്യ. ജഹന്നമിൽ ഈ മുജ്രിം ലാ യമൂതു ഫിഹാ വലാ യഹ്യ. എന്താ ലാ യമൂതു ഫിഹാ? ലാ യമൂത്തു, ഈ മുജ്രിമായി എത്തിയവൻ മരിക്കൂല. ലാ യമൂത്ത് ഫീഹ, ഫി ജഹന്നം, ആ ജഹന്നമിൽ.
വല യഹ്യ, വല യഹ്യ, ജീവിക്കുകയുമില്ല. വല യഹ്യ, ജീവിക്കുകയും ഇല്ല. അപ്പോൾ ഇവിടെ ഇത് ഫിർഔനുള്ള ഒരു ഈ വല്ലാഹു ഖൈറുൻ വഅബ്ഖ എന്നുള്ളത് തന്നെ ഒരു കൊട്ടാണ്. പിന്നെ ഇന്നഹു യഅതി റബ്ബഹു മുജ്രിമൻ, മുജ്രിമായി റബ്ബിൻ്റെ അടുക്കൽ വരുന്നവൻ. അപ്പോൾ അവിടെ ഫിർഔൻ മുജ്രിമാണോ? ഫിർഔൻ മുജ്രിമാണ്. ഇവർ ഈ മരണക്കാരായിരുന്നു ഇവരാണ് ഈ പറയുന്നത് എങ്കിൽ അവരോട് ഫിർഔൻ പറഞ്ഞാൽ എന്താ? ലഉഖത്തിഅൻ ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫിൻ സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ എന്നാണ്. കൈക്കാലുകൾ വെട്ടുമെന്ന് പറഞ്ഞു, പിന്നെ ഒന്നടങ്കം ക്രൂശിക്കുമെന്ന് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ മുജ്രിം, അങ്ങനെ ഒരു കുറ്റവാളിയായി റബ്ബിങ്കൽ എത്തുന്നവൻ ഫൈനലഹു ജഹന്നം എന്നുള്ളതാണ്.